ഹായ് ഗായ്സ്. അപ്പോൾ ഇന്നെന്ന് വെച്ചാൽ കുറച്ച് സാധനം പർച്ചേസ് ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനു മുന്നേ എന്നോട് അനന്യ എന്ന് പറയുന്ന ഒരു കുട്ടി യൂട്യൂബിൽ ചോദിച്ചായിരുന്നു, ഈ അൺഡ്രാംസ് ഇങ്ങനത്തെ ഏരിയാസിലെ ബ്ലാക്ക് കളർ ടാൻ ഉണ്ടാവില്ലേ, ടാൻ മാറാൻ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആക്ച്വലി ഡോക്കിൻ്റെ ഇതാണ് ഉപയോഗിക്കുന്നത്. എന്നോട് ആൾ മാത്രമല്ല, എന്നോട് റാം ചാഹെ എന്ന് പറഞ്ഞൊരു റീൽസ് ചെയ്തപ്പോൾ അതിൽ കണ്ടിട്ട് 2-3 ആൾക്കാർ ചോദിച്ചായിരുന്നു. അതിൽ ഞാൻ സ്ലീവ്ലെസ് ആയിരുന്നല്ലോ ഇട്ടത്. അപ്പോൾ അതിലിങ്ങനെ ഡാൻസൊക്കെ ചെയ്യുമ്പോൾ കൈവന്നിച്ച് ചെയ്യുന്ന കണ്ടപ്പോൾ എന്നോട് ചോദിച്ചായിരുന്നു ഇതെങ്ങനെയാണ് അൺഡ്രാംസ് ഇത്ര വെച്ചതിന് ശേഷം കുറച്ചുകൂടി ലൈറ്റർ വേർഷനായി. ഇനി ഇത് ബാക്കിയുള്ളവർക്ക് എത്രത്തോളം ഹെൽപ്ഫുൾ ആവും എനിക്കറിയില്ല. എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിന് മുന്നേ ഞാൻ ക്യാറ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു, അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതും കുഴപ്പമില്ലായിരുന്നു, വലിയ സ്കിൻ ടോണ് മാറ്റമൊന്നുമില്ല, ചെറിയൊരു ലൈറ്റർ വേർഷൻ. ഇതും അങ്ങനെ തന്നെ, ഒരു ചെറിയൊരു നമ്മുടെ സാധാ സ്കിൻ ടോണിന്ന് ഒരു സ്റ്റെപ്പും മുന്നിലുണ്ടാവും ലൈറ്റർ വേർഷൻ, അത്രയും ഉണ്ടാവും. അല്ലാണ്ട് ഭയങ്കരമായിട്ട് ഉള്ള ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അൺഡ്രാംസ് വാക്സ് ചെയ്യുക, മീൻസ് ഷെയ്വ് ചെയ്യാതെ വാക്സ് ചെയ്യുക, സലൂണിൽ പോയി വാക്സ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി ഡാർക്ക് കളേഴ്സ് കുറഞ്ഞു കിട്ടും. ഈ ഷെയ്വ് ചെയ്യുമ്പോഴാണ് ആ ബ്ലാക്ക് കളർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, ഈ പ്രൊഡക്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ ഇത് നെറ്റിലൊക്കെ കണ്ടിട്ട് വാങ്ങിച്ചതാണ് ഡോക്കിൻ്റെ സെറം. ഇത് തേച്ചിട്ട് എൻ്റെ മുഖത്ത് കുരുവാണ് വരുന്നത്. നിങ്ങൾക്ക് കാണാം ഈ വീഡിയോയിൽ ലെഫ്റ്റ് സൈഡിൽ മൊത്തം കുരുവാണ്. അപ്പം എനിക്ക് ഈ പ്രൊഡക്റ്റ് നന്നായിരുന്നില്ല, ഒട്ടും വേർത്തായിരുന്നില്ല. വേർത്തായിട്ടുള്ളവരുണ്ടാവും, നല്ല റിസൾട്ട് വന്നവരുണ്ടാവും, പക്ഷേ എനിക്ക് ഒട്ടും ഇതുണ്ടായിരുന്നില്ല. എൻ്റെ ഫുൾ കൊളാവുകയാണ് ചെയ്തത്. പിന്നെ ഡാൻസിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്, ഇതൊരു വൈറ്റണിങ് പേൾ പൗഡറാണ്. ഇത് ഡാൻസിൻ്റെ മേക്കപ്പൊക്കെ ഇട്ടിട്ട് ലാസ്റ്റ് സെറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇത് ഉപയോഗിച്ചിട്ടില്ല എങ്ങനെയുണ്ടെന്ന് അറിയാം, കാരണം അതിന് ശേഷം പ്രോഗ്രാമൊന്നും കിട്ടിയിട്ടില്ല. ഇനി പ്രോഗ്രാം കിട്ടിയിട്ട് നോക്കണം എങ്ങനെയുണ്ടെന്ന്. ഞാൻ ജസ്റ്റ് ട്രൈ ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് കൊള്ളാമോ എന്ന്. പിന്നെ ഒരു ഈജിപ്ഷ്യൻ കളറാണ്, അത് നമ്മൾ ഡാൻസിൻ്റെ തന്നെയാണ്. ഈ കോണ്ടോറിങ്ങും നോസ് കട്ടിങ്ങും ഒക്കെ ചെയ്യാനുള്ള സാധനം. അത് കുറച്ച് ലൈറ്റ് ആയിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്. കുറച്ചുകൂടി ഡാർക്ക് ഷെയ്ഡായിരുന്നു എടുക്കേണ്ടത്. കുഴപ്പമില്ല, ഇട്ട് നോക്കാം. പിന്നെ എനിക്ക് ഈ ചെയിൻസൊക്കെ ഇടുന്ന ഇഷ്ടമാണ്. ഈ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള ചെയിൻസ് ഇല്ലേ, ഈ കുരിശ്, കുഞ്ഞി കണ്ണ്, അതൊക്കെ. അപ്പോൾ അതൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു. അപ്പോൾ അത് പോയപ്പോൾ പുതിയൊരു സാധനം വാങ്ങിച്ചതാണ്. നോക്കുമ്പോൾ ഇത് ഭയങ്കര വണ്ണായിപ്പോയി, സിൽവർ ചെയിനും ഫ്ലോപ്പായിപ്പോയി. അതുകൊണ്ട് ഞാനത് തിരിച്ചയച്ചു. പിന്നെ ഒരു വീനെക്ക് ഗാദറിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡ്രസ്സില്ലേ, ഇങ്ങനെ വീനെക്ക് വന്നിട്ടുള്ള സാധനം, അത് ഓർഡർ ചെയ്തു. പക്ഷെ അതെനിക്ക് അത്ര വേർത്തായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അതും ആ ഒരു ലോക്കറ്റിൻ്റെ സാധനം ഭയങ്കര വണ്ണവും സിൽവറൊക്കെ ആയതുകൊണ്ട് അതും തിരിച്ചയച്ചു. പിന്നെ ഫിറ്റ്മിയുടെ ബ്ലഷാണ് ഞാൻ ഉപയോഗിക്കാറ്. ഞാൻ പുറത്ത് പോകുമ്പോൾ ആണെങ്കിലും ഡാൻസിനാണെങ്കിലും എനിക്ക് ഫിറ്റ്മിയുടെ ബ്ലഷാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കുമല്ലോ. എനിക്ക് ഫിറ്റ്മിയുടെയാണ് കുറച്ചുകൂടി ഒരു കംഫർട്ടബിൾ, സ്മൂത്തണിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചു. പിന്നെ ഡാൻസിൻ്റെ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ് ഈ വൈറ്റ് പൗഡർ വാങ്ങിച്ച പോലെ ഗോൾഡൻ പൗഡർ. ഡാൻസിന് നമുക്ക് വെട്ടിത്തിളങ്ങണമല്ലോ സ്റ്റേജിൽ, അതിന് വേണ്ടി ഗോൾഡൻ ഷിമ്മറില്ലേ, അതിൻ്റെ പൗഡർ വാങ്ങിച്ചു. പിന്നെ ഒരു പാക്കിൻ്റെ ഫൗണ്ടേഷൻസ് വാങ്ങിച്ചു. ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.